നമസ്കാരം, ഞാൻ ദീപ്തി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ എആർസി. വിവാദ കനലിൽ കൈതൊടാതെ ജോർജിലും സരിതയിലും തൊട്ടുപൊള്ളിക്കാതെ UDF യോഗം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമെന്ന് യോഗത്തിൽ പൊതുവികാരം. അനുകൂല സാഹചര്യം ഇല്ലാതാക്കിയത് മുന്നണിയായിട്ടു തന്നെ. ജോർജും സരിതയും ചർച്ചയായില്ല. ഇപ്പോഴുള്ളത് ഘടകകക്ഷികളിലെ പ്രശ്നങ്ങളെന്നും വിലയിരുത്തൽ. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാക്കാൻ പ്രചരണ പരിപാടികൾ. 1.5 വർഷമായി സർക്കാരിന്റെ പ്രതിച്ഛായ മോശമെന്ന് യോഗത്തിൽ അഭിപ്രായം. UDF ആദ്യകാലത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചെന്ന് VD സതീശൻ. ഇപ്പോഴത്തെ വിവാദങ്ങൾ സർക്കാരിനെ ബാധിക്കില്ലെന്ന് AP അനിൽകുമാർ. വിവാദങ്ങൾ വിവാദത്തിന്റെ വഴിക്ക് പോകുമെന്നും മനപ്പായസം. മടക്കത്തിന്റെ വഴിക്കണ്ണുകൾ. യമനിലെ ഇന്ത്യൻ രക്ഷാദൌത്യം ഇന്ന് അവസാനിക്കാനിരിക്കെ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കത്ത്. ഉമ്മൻചാണ്ടി കത്തയച്ചത് വിമാനമാർഗമുള്ള ഒഴിപ്പിക്കൽ ശനിയാഴ്ച വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ട്. സനയിലും പരിസര പ്രദേശങ്ങളിലും മലയാളികൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി പേർ. വിമാനത്തിലെ സീറ്റ് പരിമിതി മൂലം എല്ലാവർക്കും മടങ്ങിയെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി. യമനിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെടുത്തിയത് 4500-ലധികം പേരെ. രക്ഷാദൌത്യത്തിന് ഇന്ത്യയുടെ സഹായം തേടിയത് 26 രാജ്യങ്ങൾ. ഒഴിപ്പിച്ചവരിൽ പാകിസ്ഥാൻ രക്ഷപ്പെടുത്തിയ 5 മലയാളികളും. യമനിലെ ഹൂതി മേഖലകളിൽ വ്യോമാക്രമണം രൂക്ഷം. വിമതർക്ക് പിന്തുണയുമായി ഏദൻ കടലിടുക്കിലേക്ക് ഇറാൻ യുദ്ധക്കപ്പലുകൾ അയച്ചതായും റിപ്പോർട്ട്. ബാറിൽ നുണ പറയില്ല. ബാർ കോഴക്കേസിൽ ബാറുടമകളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള വിജിലൻസ് തീരുമാനത്തിന് തിരിച്ചടി. നുണപരിശോധനയ്ക്ക് ഹാജരാകില്ലെന്ന് ബാറുടമകൾ. വിജിലൻസിന് മുന്നിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹാജരാകാൻ ആരോഗ്യപരമായ ബുദ്ധിമുട്ട്. ഇക്കാര്യം രേഖകൾ സഹിതം കോടതിയെ അറിയിക്കുമെന്നും ബാറുടമകളുടെ വിശദീകരണം. കേസിലെ പ്രധാന സാക്ഷികളായ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയടക്കം 4 പേരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യവുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചത് ഇന്നലെ. KM മാണി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ ബാറുടമകൾ നൽകിയത് പരസ്പര വിരുദ്ധമായ മൊഴികളെന്ന് വിജിലൻസ്. കേസിൽ മാണിക്കെതിരെ കുറ്റപത്രമുടൻ. ഊഴം തെളിഞ്ഞ് ഉണ്ണിയാടൻ. തോമസ് ഉണ്ണിയാടനെ പുതിയ ചീഫ് വിപ്പായി പ്രഖ്യാപിച്ച് KM മാണി. തീരുമാനം ഇന്ന് തന്നെ മുഖ്യമന്ത്രി അറിയിക്കും. ഉണ്ണിയാടന് നറുക്കുവീണത് വിപ്പ് സ്ഥാനം വേണ്ടെന്ന CF തോമസിന്റെ തീരുമാനത്തിൽ. നിലവിൽ കേരള കോൺഗ്രസ് പാർട്ടി വിപ്പായ ഉണ്ണിയാടൻ നിയമസഭയിലെത്തിയത് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്ന്. വിവാദങ്ങൾക്ക് വഴിവയ്ക്കാതെ പ്രവർത്തിക്കുമെന്ന് ഉണ്ണിയാടൻ. ജോർജ് വിഷയത്തിൽ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് KM മാണി. ജോർജ് എത്ര പ്രകോപനമുണ്ടാക്കിയാലും പുറത്താക്കില്ല. സഹിച്ചും ക്ഷമിച്ചും ഒപ്പം നിർത്തുമെന്നും മാണി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.